മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് അട്ടമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അട്ടമല സ്വദേശി ബാലൻ ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലാണ് ബാലൻ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്. ഇതോടെ കേരളത്തിൽ 2 ദിവസത്തിനിടെ 4 പേരാണ് മരിച്ചിട്ടുള്ളത് കാട്ടാന ആക്രമണങ്ങളിൽ. മറ്റൊരാൾ കൂടി കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ CK നൂറുദ്ദീൻ മേപ്പാടി പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹം. നൂറുദ്ദീൻ, എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ? ഞാനിപ്പോ ഒരു 5 മിനിറ്റിൽ സ്പോട്ടിലെത്തും. പക്ഷെ ഇന്നലെ വൈകിട്ട് ഒരു 7 മണിയോടുകൂടെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അദ്ദേഹം വീട്ടിലേക്ക് അരി മേടിക്കാൻ വേണ്ടിയിട്ട് ചൂരൽമല എന്ന പ്രദേശത്തേക്ക് വന്ന് തിരിച്ചു പോകുമ്പോഴാണ് ഹാരിസൺ എസ്റ്റേറ്റിന്റെ വഴിയിൽ ചായത്തോട്ടത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ ആന പിടിച്ചിട്ടുള്ളത്. ഇദ്ദേഹം വീട്ടിലേക്ക് കുറച്ച് അരിസാധനങ്ങൾ മേടിക്കാൻ വന്ന് തിരിച്ചു പോകുന്നതായിട്ട് ചൂരൽമല ആളുകൾ കണ്ടെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഏതായാലും ഒരു 5 മിനിറ്റിൽ ഞാനിവിടെ സ്പോട്ടിലെത്തും. ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. പക്ഷെ അവർക്കൊരു യാത്രാ സൗകര്യങ്ങളോ റോഡ് സൈഡിൽ ലൈറ്റുകളോ ഒന്നുമില്ല. വല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നവരാണ്. എന്താ പറയാ, ഞാൻ എന്തായാലും സ്പോട്ടിൽ ഇപ്പൊ എത്തും സാറേ. വലിയൊരു വിഷമത്തിലായി. ഇവിടെ ഉരുൾപൊട്ടി എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനൊരു സംഭവം കൂടെ ഇവിടുത്തെ നാട്ടുകാർക്കും ഇവിടുത്തെ ആർക്കും താങ്ങാൻ പറ്റാത്ത ലെവലാണ് ഇപ്പൊ ജനങ്ങളുള്ളത്. ജനങ്ങളൊക്കെ വലിയ രോഷാകുലരാണ്. ഏതാനും 5 മിനിറ്റ് കൊണ്ട് ഞാനിത് ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു വേദന ആയ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് സാറേ. ഈ ആക്രമണത്തിൽ മരണപ്പെട്ട ബാലനെ കുറിച്ചുള്ള, അദ്ദേഹം ചെറുപ്പക്കാരനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ അറിയാമോ? ചെറുപ്പക്കാരനാണ്. പിന്നെ ഇവര് കുറച്ച് കുടുംബങ്ങൾ ഒന്നിച്ചൊരു 10-20 പേര് അവിടെ ഒരുമിച്ച് താമസിക്കുന്നതാണ്. 26-27 വയസ്സുള്ളൂ. അദ്ദേഹം ഒരു പെരുമാറുന്ന ഒരാള്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന പയ്യനാണ് അവന്. എന്തായാലും വലിയൊരു വിഷമായി പോയി. നമുക്ക് ഇവരൊന്നും ഇനിയും സംരക്ഷിക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയാ, നമ്മളെ എല്ലാവരും അതിന് ഞാനിപ്പോ ഒരു വാർഡ് മെമ്പർ ആണെങ്കിലും ഞാൻ വരെ അതിനൊരു കുറ്റക്കാരനായിട്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് സാർ. വലിയൊരു വിഷമായി പോയി. തീർച്ചയായും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ദുരന്തം നേരിട്ട ജനതയാണ് അവിടെ. ഈ ഇതിനുശേഷം ഈ ആക്രമണം ഉണ്ടായ സ്ഥലത്തൊക്കെ ജനങ്ങൾ കുറവാണ് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പ്രശ്നം കാരണം ആളുകളൊക്കെ തിരിച്ചു പോയതുകൊണ്ട് ആനകൾക്കും മൃഗങ്ങൾക്കും ഒന്നും കൂടെ ഇവിടെ വന്ന് പോവാൻ ഇതിനൊക്കെ വലിയ സൗകര്യങ്ങളായി. അതാണ് പറ്റിപ്പോയത്. അതുകൊണ്ട് കൂടുതൽ ഈ വന്യമൃഗങ്ങൾ അവിടേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലേ? ഉണ്ട്, അതെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഇവരുടെ ഏരിയയിൽ ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരി സാറേ, ഞാൻ ഇവിടെ സ്പോട്ടിലെത്തി. ഞാൻ ഭക്ഷണവും വെള്ളമൊക്കെ എടുത്തിട്ട് വന്നാണ്. ഓക്കെ, തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. കാർത്തിക് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കാർത്തിക്, വലിയ പ്രതിഷേധം വയനാട്ടിൽ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹർത്താൽ അടക്കം വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് അതിനിടെയാണ് മറ്റൊരു ആക്രമണം കൂടി. 2 ദിവസത്തിനിടെ 4 ജീവനുകൾ പൊലിയുന്നു കാട്ടാന ആക്രമണത്തിൽ. തീർച്ചയായും ഇന്ന് വയനാട് അട്ടമലയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ദുരന്ത വാർത്ത രാവിലെ ലഭ്യമാകുന്നത്. അട്ടമലയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. അട്ടമല സ്വദേശി ബാലനാണ് മരിച്ചത്. ബാലന് 27 വയസ്സായിരുന്നു. ഏറാട്ടുകുണ്ട് കോളനിയിൽ നിവാസിയാണ് ബാലൻ. 27 വയസ്സ് മാത്രമാണ് ബാലന് പ്രായം ഉള്ളത്. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായ പ്രദേശം മുണ്ടക്കൈ ചൂരൽമല പ്രദേശം, ആ പ്രദേശത്തിന് സമീപമാണ് ഈ അട്ടമലയും. ദുരന്തത്തിന് ശേഷം ബെയിലിലൂടെയാണ് അവിടെ എത്താനുള്ളത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ ദുരന്തമുണ്ടായതിനു ശേഷം ഈ പ്രദേശം ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. വനപ്രദേശത്തോട് ചേർന്ന പ്ലാന്റേഷനിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത് എന്നതാണ് ഏറെ ദാരുണം. കഴിഞ്ഞ ദിവസം ചൂരൽമലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങി വരവെയാണ് ബാലൻ ഇത്തരത്തിൽ കാട്ടാനയുടെ മുമ്പിൽ പെടുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാന ബാലനെ ആക്രമിക്കുന്നതും തുടർന്ന് കൊല്ലപ്പെടുന്നതും. ഇന്ന് രാവിലെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ആണ് സംഭവം നടന്നത് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. കാരണം 5 മണിയോടുകൂടി ഇദ്ദേഹത്തെ ചൂരൽമലയിൽ കണ്ടിരുന്നു. ഇദ്ദേഹം അവിടെ നിന്ന് അരി അടക്കമുള്ള സാധനങ്ങൾ വാങ്ങി ഹാരിസൺ എസ്റ്റേറ്റിലൂടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഏറാട്ടുകുണ്ട് കോളനിയിലാണ് ബാലൻ താമസം. ഇത്തരത്തിൽ 100 കണക്കിന് തൊഴിലാളികൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. 20ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് ആണ് ഇത്തരത്തിൽ ആനയുടെ
കാട്ടാനയുടെ ആക്രമണം വീണ്ടും ഉണ്ടായത് എന്നതാണ് ഏറ്റവും ദാരുണമായ സംഭവം. പ്രദേശത്ത് ഇപ്പോൾ ശക്തമായ പ്രതിഷേധവുമുണ്ട്. കാരണം 2 ദിവസത്തിനിടെ ഇത് 4മതൊരാളാണ് കാട്ടാനയുടെ കലിയിൽ ജീവൻ പൊലിയുന്നത്. സ്വാഭാവികമായും ജനരോക്ഷം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവിടെ ശക്തമായിരുന്നു. ഇന്നവിടെ ഹർത്താലാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത്. ഏതായാലും ബാലന്റെ മൃതദേഹം അടക്കം മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ പ്രദേശത്ത് തോട്ടം തൊഴിലാളികളടക്കം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇവർ ഇത്തരത്തിൽ കാട്ടാന ശല്യം സമീപ പ്രദേശങ്ങളിലുണ്ട് എന്ന തരത്തിൽ പരാതി നൽകിയിരുന്നു. എന്നിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അതിലാണ് അവരുടെ പ്രതിഷേധം. സ്വാഭാവികമായും പ്ലാന്റേഷനുള്ളിലാണ് ഇത്തരത്തിലൊരു സംഭവം, വനമേഖലയിലല്ല, വനത്തോട് ചേർന്ന തോട്ടമേഖലയിലാണ് ഇത്തരത്തിലൊരു സംഭവം എന്നതും ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ പ്രതിഷേധവുമായി തൊഴിലാളികൾ രംഗത്തുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവരുമായി സംസാരിക്കുകയാണ്. എന്തായാലും എങ്ങനെയാണ് ഈ സംഭവം എന്നതിൽ വ്യക്തത കൈവന്നിട്ടുണ്ടോ? ശ്രീ സംഷാദ് മരക്കാർ, കേൾക്കാമോ? കാർത്തിക് സൂചിപ്പിച്ചതുപോലെ 4 മരണം തുടർച്ചയായി ഉണ്ടാകുന്നു. ഈ പ്രദേശം എന്നത് ഏതാണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിൽ ആണ്. അവിടുത്തെ ജനങ്ങളെല്ലാം ഒഴിഞ്ഞുപോയ പ്രദേശം ആണ്. വലിയ പ്രതിസന്ധിയാണ് അവിടെയുള്ളവർ അടക്കം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണല്ലോ ഈ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് അല്പസമയത്തിനകം തന്നെ പ്രദേശവാസികളുമായി ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചർച്ച നടത്തുകയാണ്. സ്വാഭാവികമായും അതിനുശേഷമാകും ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനം. എന്തായാലും വലിയ പ്രതിഷേധം ആ ഭാഗത്ത് ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ മൃതദേഹത്തിന് സമീപം തന്നെ തൊഴിലാളികൾ എല്ലാം തടിച്ചുകൂടുന്നു. അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു. അത്തരം ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും അട്ടമല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ സംഷാദ്, കേൾക്കാമോ? കേൾക്കാം. ഈ തുടർച്ചയായ ആക്രമണം ആണ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് ഇപ്പോൾ മരണപ്പെട്ട ആളുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും താങ്കൾക്ക് ലഭ്യമായിട്ടുണ്ടോ? നമുക്ക് പ്രാഥമികമായി ലഭ്യമായ വിവരം ബാലൻ 27 വയസ്സാണ്. കറുപ്പൻ എന്ന് പറയുന്ന അവരുടെ മകനാണ് അദ്ദേഹം ആ പ്രദേശത്തെ ഉന്നതിയിൽ താമസിക്കുന്ന ആളാണ്. വൈകുന്നേരം അദ്ദേഹം ചൂരൽമലയിൽ വന്ന് സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു പോയതാണ്. അപ്പൊ രാവിലെ ആയിട്ടും കാണാത്തത് കൊണ്ട് അവർ തന്നെ ആ പ്രദേശത്തെ ഉന്നതിയിലെ ആളുകൾ നടത്തിയ ഒരു തെരച്ചിലിന്റെ ഭാഗമായി കണ്ടെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൊല്ലപ്പെട്ട രീതിയിൽ കണ്ടെത്തിയത്. ആ പ്രദേശം, അതായത് ആക്രമണം നടന്നു എന്ന് പറയുന്ന പ്രദേശം വനപ്രദേശമല്ല, അത് എസ്റ്റേറ്റ് ആണ്, ആ വഴിയാണ്. അതിലെ ആളുകൾ അവരുടെ കാര്യങ്ങൾക്ക് സ്ഥിരമായി പോവുകയും എന്നാൽ തോട്ടം തൊഴിലാളികളടക്കം ഉപജീവന മാർഗത്തിന് വേണ്ടി തേയില ചെപ്പ് നുള്ളാൻ വേണ്ടി പോകാൻ ഉപയോഗിക്കുകയും മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വഴിയാണ്. ഈ സ്ഥലത്താണ് അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. പക്ഷെ ഇതിനകത്തുള്ള ഗൗരവമായ വിഷയം ഈ മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുന്ന ദുരന്ത ഭൂമിയുടെ ഭാഗം, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല, അതിനുശേഷം ബെയിലിപ്പാലം, അത് കഴിഞ്ഞ് അട്ടമല. ഈ മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും കഴിഞ്ഞ മാസം വലിയ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്നും കൃഷിയിടങ്ങൾ അടക്കം നശിപ്പിക്കുന്നു എന്നുള്ളതും അവിടെ നിരന്തരമായി, കാരണം അവിടുത്തെ ആളുകൾ മുഴുവൻ അവിടെ നിന്ന് മാറി മറ്റു പല മേഖലയിലും താമസിക്കുമ്പോൾ അവരുടെ കൃഷിഭൂമി മാത്രമാണ് അവിടെയുള്ളത്. അതിനകത്ത് കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവരവിടെ പകൽ സമയത്ത് പോവുകയും വൈകുന്നേരം തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ വൈകുന്നേരങ്ങളിൽ വ്യാപകമായ രീതിയിൽ കാട്ടാനയുടെ ശല്യമുണ്ട് എന്ന് മാധ്യമങ്ങളിലും പത്രങ്ങളിലും മീറ്റിങ്ങുകളിലും ഒക്കെ ചർച്ച ചെയ്യുകയും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരോട് കൃത്യമായി അവിടെ ഒരു നിരീക്ഷണവും ശ്രദ്ധയും ഉണ്ടാവണമെന്ന് നിർദ്ദേശം നൽകിയതാണ്. കാരണം അവിടെ കറണ്ട് ഇല്ല. നോഗോ സോണിനകത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരങ്ങളിൽ വലിയ ഇരുട്ടും ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് കാടുകൾ രൂപപ്പെടുകയും ചെയ്ത് വിജനമായൊരു പ്രദേശമായി ആ പ്രദേശം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കാട്ടാനകൾക്ക് കുറച്ചുകൂടി സ്വസ്ഥതയിൽ ആ പ്രദേശത്ത് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആളുകളുടെ ആക്ഷേപം. ഇത് ഫോറസ്റ്റിന് അറിയാത്ത കാര്യമല്ല. കാരണം ഫോറസ്റ്റിന് ഇത് കൃത്യമായി അറിയാം. ഇത് ശ്രദ്ധിക്കണമെന്ന് മീറ്റിങ്ങുകളിലടക്കം പറയുകയും ചെയ്തതാണ്. അതിന്റെ തൊട്ടടുത്ത് അട്ടമലയിലാണ് ഇന്ന് അപകടമുണ്ടായത്. അതായത് മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തും കാട്ടാനയുടെ സാന്നിധ്യം മാസങ്ങളായിട്ടുണ്ട്. അതിന്റെ ഫലമായി ഇന്ന് അട്ടമലയിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ ഫോറസ്റ്റ് എന്ത് നടപടിയാണ് ഇതിനകത്ത് സ്വീകരിച്ചതെന്ന് കൃത്യമായി പറയണം. കാരണം അവർക്ക് അറിയില്ല എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അവിടെ നിന്ന് 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള പുത്തുമല റേഞ്ചിലാണ് ഫോറസ്റ്റ് ഓഫീസ് ഇരിക്കുന്നത്. പുത്തുമലയിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം കാട്ടാനയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ജനങ്ങൾ അറിയിക്കുന്നു, മാധ്യമങ്ങൾ അറിയിക്കുന്നു, മീറ്റിങ്ങുകളിൽ അറിയിക്കുന്നു, ചാനലുകളിൽ വരുന്നു. അവർക്കും അറിയാം.
എന്നിട്ട് അവരെന്ത് നടപടി സ്വീകരിച്ചു, അതിനെ തുരത്തി മാറ്റണം എന്ന് നമ്മൾ പറഞ്ഞതാണ്. അത് തുരത്തി മാറ്റിയിരുന്നു എങ്കിൽ ഇന്ന് ഈ അപകടം സംഭവിക്കില്ലായിരുന്നു. അല്ലെങ്കിൽ നൈറ്റ് പട്രോളിംഗ് വേണം, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ സേവനം വേണം, വാച്ചർമാരുടെ സേവനം വേണം എന്നെല്ലാം പറഞ്ഞതാണ്. പക്ഷേ അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാക്കുന്നത്. കാരണം ഈ ആനയുണ്ട് എന്നുള്ളതും അവിടെ കൃഷി നശിപ്പിക്കുന്നതെന്നും ഇവരോട് പറഞ്ഞിട്ട് ഇവർ ഒരു നടപടി സ്വീകരിക്കാതിരുന്ന ആളുകളാണ് ഫോറസ്റ്റുകാർ. ഇന്ന് മന്ത്രി 2 മണിക്ക് ഉന്നതതല യോഗം വിളിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തിനാണ് ഈ യോഗം? ഈ ചെയ്യേണ്ട കാര്യങ്ങൾ വനം വകുപ്പ് ചെയ്തോ ഇല്ലേ എന്ന് മന്ത്രി പരിശോധിക്കണ്ടേ? കാരണം ഇത് അറിയില്ല എന്ന് എങ്ങനെയാ വനം വകുപ്പ് പറയുക? അറിയില്ല എന്ന് പറഞ്ഞാൽ വനം വകുപ്പിൽ ഒരു ഉദ്യോഗസ്ഥന് പത്രം വായിക്കാത്ത ആളാണ്, ഒരു ഉദ്യോഗസ്ഥന് ചാനലിൽ വാർത്ത കാണാത്ത ആളാണ്, ഒരാൾ പറഞ്ഞാൽ പരാതി കേൾക്കാത്ത ആളാണ്. ഇവർക്ക് അറിയാമല്ലോ അവിടെ ആനയുടെ സാന്നിധ്യം ഉണ്ട്, കൃഷി നശിപ്പിക്കുന്നു. കൃഷി എന്ന് പറഞ്ഞാൽ താങ്കൾ ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവും, ചെറിയ രീതിയിലുള്ളതല്ല. തെങ്ങടക്കം വ്യാപകമായി മറിച്ചിട്ട് പോവാണ് കാട്ടാനകൾ. അത് ഞങ്ങൾ ആ വാർത്ത നൽകിയിരുന്നതാണ്. ഒരുപക്ഷെ ഒരു കൊടുങ്കാറ്റൊക്കെ ഉണ്ടാകുന്ന ഭൂപ്രദേശത്തിന്റെ അവസ്ഥയായിരുന്നു. ഞങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തന്നെ ആ നിലയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായും മനസ്സിലാകും. അതെ, അതാണ് ഇപ്പൊ നമ്മൾ അടക്കം താങ്കൾക്ക് പോലും അറിയാം അവിടുത്തെ ഈ വിഷയത്തെ കുറിച്ച്. അതിന് 4 കിലോമീറ്റർ പുറത്തുള്ള ഫോറസ്റ്റുകാർ ഇത് അറിയണ്ടേ? അവരോട് പറഞ്ഞതാണ്. ഏറ്റവും അവസാനം ചൂരൽമലയിലെ ആളുകളുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കുന്ന മീറ്റിംഗിൽ ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ, കളക്ടറും അടക്കം പങ്കെടുക്കുന്ന മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു അവിടെ വൈദ്യുതി അടിയന്തരമായി പുനഃസ്ഥാപിക്കണം. കാരണം അപ്പൊ പറഞ്ഞു നോ ഗോ സോണിൽ വൈദ്യുതി സ്ഥാപിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അതൊരു തർക്കമാണ്. കാരണം ആൾതാമസം വേണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് വൈദ്യുതി വേണ്ട, അതിന്റെ അപകടം. അപ്പൊ ഞങ്ങൾ തന്നെയാണ് അവരോട് പറഞ്ഞത് അവിടെ നിങ്ങൾ വീടുകളിൽ വൈദ്യുതി കൊടുത്തില്ലെങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണം. കാരണം അവിടെ വന്യമൃഗ ശല്യം വർദ്ധിച്ചു വരുന്നുണ്ട്. ഗോ സോണിൽ എല്ലായിടത്തും വൈദ്യുതി എത്തിക്കണം. അവിടെ ഒരു ക്രമീകരണം വേണം. കാരണം ഇത് ജനം അവിടെ നിന്ന് നമ്മളോട് പറയുന്നത് കൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷെ ഇത് ഒരു ഗൗരവത്തിലും ഫോറസ്റ്റ് ഉൾക്കൊണ്ടിട്ടില്ല. അത് ഉൾക്കൊണ്ടിരുന്നു എങ്കിൽ ആളുകൾക്ക് ഈ പ്രതിഷേധം ഉണ്ടാവില്ല. കാരണം അവർക്കും അറിയാൻ കഴിയും ഫോറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആളുകൾ ഒരു പരിധിവരെ സംയമനം പാലിക്കും. കാരണം ഫോറസ്റ്റിന് കഴിയാവുന്ന കാര്യങ്ങൾ ചെയ്തു എന്നെങ്കിലും ബോധ്യപ്പെടുത്തണ്ടേ? അതൊന്നും ചെയ്യാതെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കാനും ബോഡി എടുക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനും 10 ലക്ഷമോ 11 ലക്ഷമോ നഷ്ടപരിഹാരം കൊടുക്കാനും മാത്രമല്ലല്ലോ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടാവേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു തരത്തിലും ഫോറസ്റ്റ് ഈ വിഷയത്തിൽ, ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ പോലും ഫോറസ്റ്റ് സഡനായ ഒരു ആക്രമണമാണ്. ആന വളരെ പെട്ടെന്ന് വരുന്നു, വളരെ പെട്ടെന്ന് ആക്രമണം ഉണ്ടാകുന്ന ഒരാൾ മരണപ്പെടുന്നു. അവരുടെ വാദം നമ്മൾ അംഗീകരിച്ചു. കാരണം അവിടെ ആനയുടെ സാന്നിധ്യം അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. അത് ശരിയാണ്. നമ്മൾ ഇന്നലെ ഈ വാദം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മളിത് പറയാൻ കാരണം 1 മാസമായി അവിടെ കാട്ടാന ശല്യം ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് വനം വകുപ്പിന്റെ ആളുകൾ. അവരെന്ത് ചെയ്തു എന്ന് പറയട്ടെ.